സാർ കുടിക്കാൻ ഒരു കുപ്പി വാറ്റ് ഞാൻ കൊണ്ടുവരും. കൃഷ്ണകുട്ടി, പരമു വന്നില്ലേ? എന്റെ സാറേ, അയാൾ ഇന്നലെ സന്ധ്യ വരെ ഇവിടെ കുത്തിരിക്കുകയായിരുന്നു. ഇന്ന് വരാമെന്ന് പറഞ്ഞ പോയത്. ഓ, ഐ സി. യെസ്, കം ഇൻ. പരമോ, തന്നെ കുറിച്ച് ഇപ്പൊ സംസാരിച്ചോളൂ. ഞാൻ ഇന്നലെ 3 പ്രാവശ്യം ഇവിടെ വന്നിരുന്നു. വൈകുന്നേരം വരെ കുത്തിയിരുന്നു. അവസാനം ഞാനിങ്ങ് പോയി. ബിസിനസ് സംബന്ധമായിട്ട് ബോംബെ വരെ പോകേണ്ടി വന്നു. ഇന്നലത്തെ ഫ്ലൈറ്റ് മിസ്സായി. അതുകൊണ്ട് ഇന്നലെ എന്റെ 3 എണ്ണമാ മുതലാളി മിസ് ചെയ്തത്. വല്ല മണ്ണാത്തിക്കിളിയോ മരം ചാടിയോ ആയിരിക്കും. അല്ല, ഒരു വെള്ളരി പ്രാവ്. ഇതാ നോക്കേട്ടെ. ഇത്രയും അനുസരണമുള്ള ഒരു പെൺകുട്ടിയെ പരമുവിന്റെ സർവീസിനിടയ്ക്ക് കണ്ടിട്ടില്ല മുതലാളി. ഇരിക്കാൻ പറഞ്ഞ ഇരിക്കും, നടക്കാൻ പറഞ്ഞ നടക്കും. പറക്ക മുറ്റുന്നതേ ഉള്ളേ. സാരമില്ലടാ, ഇവിടെ വന്നാൽ ഏത് പറക്കാത്ത പക്ഷിയും പറക്കും. അത് പിന്നെ പരമുന് അറിയാമേ. പിന്നെ ഒരു 6 മണിയോട് കൂടിയേ ഇങ്ങോട്ട് വന്ന് ചേക്കേറത്തുള്ളൂ. കൂടുതൽ നടക്കല്ലേ, വരട്ടെ. പിന്നെ പരമു അങ്ങോട്ട് നിനക്ക് മുതലാളി. കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ താണ് വീണ് കരഞ്ഞ് പറഞ്ഞ് അനുസരണയോടെ നിന്ന് കാര്യം സാധിച്ചോളണം. അപ്പോ മുതലാളി, ഞാൻ വലിയ നിൽക്കാം. എന്താ ഇനി നിന്റെ കാര്യം പറയാൻ ഞാൻ വേണോ? നിനക്ക് നാക്കുണ്ട്, നാക്കിനകത്ത് വായുണ്ട്, വായിൽ നാക്കുണ്ട്, മുതലാളിക്ക് കാതുണ്ട്, കാതിന് കേൾവിയുണ്ട്, ആരോഗ്യമുള്ള ശരീരമുണ്ട്. കാര്യം സാധിച്ചോളണം, ഒക്കോളണം. ശാന്തയിരിക്കും. വേണ്ട മുതലാളി, ഞാനിവിടെ നിന്നോളാം. അനാവശ്യമായി ബഹുമാനം എനിക്കിഷ്ടമല്ല. എന്താണ് കയ്യിൽ? എന്റെ സർട്ടിഫിക്കറ്റ് ആണ് സർ. ശാന്ത എത്ര വരെ പഠിച്ചു? SSLCയും ടൈപ്പും ഷോർട്ട് ഹാൻഡും പാസ്സായിട്ടുണ്ട്. ഐ സി, ഗുഡ്. എനിക്ക് രോഗിയായ ഒരു അമ്മ മാത്രമേ ഉള്ളൂ. ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞു. കിട്ടിയില്ല അല്ലേ? അമ്മ ഒരു വലിയ മനസ്സുള്ള ആളാണ്. ഞാൻ നേടിയ എളിയ യോഗ്യത അങ്ങയുടെ പാദങ്ങളിൽ വയ്ക്കുന്നു. അങ്ങനെ രക്ഷിക്കണം. ശാന്ത ഇത്ര ദുർബലയാണോ? ശാന്ത കാപ്പി കുടിക്കും.
കുടിക്കൂ. ഇതിടാ കൊടുത്തോ? കൊടുത്തു. ഇതിനു മുമ്പ് ഇങ്ങനെ പതിവില്ലല്ലോ. പിന്നെ ചൂണ്ടൈ കൊത്താത്ത കൊഞ്ച ആ. അല്പം നഞ്ചു കലക്കിയാലേ പറ്റൂ. പൂസായി കാണും. മലയാളി തല കറങ്ങുന്ന പോലെ തോന്നുന്നു മലയാളി. എന്നെ വിടും മലയാളി. വേണ്ട, എനിക്ക് പോണം. അല്പം വിശ്രമിച്ചിട്ട് പോകണം. കിടക്കും. എനിക്ക് ജോലി തരും മലയാളി. ജോലി തരാം. കിടക്കും. നിനക്ക് ജോലിയല്ലേ വേണ്ടത്? ഞാൻ പലർക്കും കൊടുത്തിട്ടുണ്ട്, നിനക്കും തരാം. നിനക്ക് പോണ്ടേ? വേണ്ട, ഞാൻ എങ്ങും പോകുന്നില്ല. ഈ പേടിയും കരച്ചിലും ഒക്കെ എല്ലാ പെണ്ണുക്കുള്ളതാ. ആദ്യം മാത്രം നിനക്ക് ഒരു ജോലിയല്ലേ വേണ്ടത്? അത് ഞാൻ ശരിയാക്കി തരാം. ഇപ്പൊ നീ പോയിക്കോളൂ. എനിക്കൊരു ജോലി ഏറ്റവും വലിയ മനസ്സുള്ള അങ്ങ് തന്നെ കാണിച്ചു തന്നില്ലേ? ഇനി എന്തിനാണ് മറ്റൊരു ജോലി? ഓഫീസ് വേണ്ട, കണക്ക് കാണിക്കണ്ട, സ്വതന്ത്രമായ ജോലി. ഇതാ, ഇതിരിക്കട്ടെ. എന്റെ ആദ്യത്തെ ശമ്പളം. ഇത് വാങ്ങൂ ശാന്തേ. എന്റെ ചരിത്രത്തിന്റെ പ്രതിഫലം അല്ലേ? നിന്റെ വികാരം ഞാൻ മനസ്സിലാക്കും. എന്റെ ദൗർബല്യം നിന്നെ കീഴ്പ്പെടുത്തി, അതും ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നീ ഇപ്പോൾ പോകൂ. ഞാൻ പോകുന്നു. ഇനി ഒരു നിമിഷം പോലും പിഴച്ചവളായി ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല. അതിന് കാരണക്കാരൻ നിങ്ങളാണ്. ശാന്തേ, നീ എന്താണ് പറയുന്നത്? സത്യം മാത്രം. ശാന്തേ, എന്നോ അവസാനമായി നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എന്നെ ആവശ്യമാണോ? ശാന്തേ, എന്റെ ശാന്തേ. ഇത്രയും വലിയ മനുഷ്യനായ മുതലാളി ഈ കുടിലിൽ വന്ന് പാവപ്പെട്ട എന്റെ മോളെ കല്യാണം കഴിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാൻ കൂടി സാധിക്കുന്നില്ല. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. ആ, ഇതമ്മേ, തൽക്കാലം ഇതിരിക്കട്ടെ. ഇനി ആവശ്യം വന്നാൽ അറിയിച്ചാൽ ഞാൻ കൊടുത്തേക്കാം. മുതലാളി എന്റെ മോളെ കൈവിടരുത്. അവളൊരു പാവമാണ്. ഞാൻ പോയിട്ട് വരട്ടെ അമ്മേ. ശരി മോളെ, ദൈവം നിനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരട്ടെ. അമ്മ മരുന്നുകളൊക്കെ തെറ്റാതെ കഴിക്കണം, വേഗം നോക്കണം. അമ്മയെ കുറിച്ചൊന്നും മോള് വിഷമിക്കണ്ട. മോള് സന്തോഷമായിരിക്കൂ. എന്നാൽ നീ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേ. അമ്മേ, അമ്മേ.